ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പീസൊക്കെ കണ്ടാലോ. അപ്പം ആദ്യം തന്നെ കുറച്ച് പാവയ്ക്കയും കുറച്ച് വെണ്ടയ്ക്കയും ഉണ്ടായിരുന്നു. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെണ്ടയ്ക്കയും പാവയ്ക്കയും കൂടെ ഒരുമിച്ച് ഒരു മെഴുക്ക് പുരട്ടിയോ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല വെജിറ്റബിൾസിലൊന്നാണ് കേട്ടോ വെണ്ടയ്ക്ക മിക്ക ദിവസങ്ങളിലും നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് വെജിറ്റബിളാണ് കേട്ടോ നല്ല പാവയ്ക്കയാണേ. അപ്പോൾ ഒരു അരമുറി പാവയ്ക്കയുടെ ഉണ്ടായിരുന്നു, ഞാൻ അതുകൂടി കട്ട് ചെയ്ത് നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയും കൂടെ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് വേണ്ട ഡിഷസൊക്കെ റെഡിയാക്കി കിട്ടും. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 10-15 കൊച്ചുള്ളി ഒന്ന് ചതച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മീൻ കറി വെക്കാറ്? ഇങ്ങനെ മീൻ കറി ഒരു തവണയെങ്കിലും വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ മീൻ കറിയും ഒരു മെഴുക്ക് പുരട്ടിയോ ഒരു അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ. പിന്നെ മല്ലി പൊടിച്ചതിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാവുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് ഉലുവ പൊടിച്ചതാണേ, ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 കുടംപുളി ഒന്ന് സോക്ക് ചെയ്തതാണേ. നമ്മുടെ പുളിക്ക് ആവശ്യമായ കുടംപുളി സോക്ക് ചെയ്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഏത് മീനായാലും നിങ്ങൾ ഇതേപോലെ സ്പൈസി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. ഒരു മെഴുക്ക് പുരട്ടിയും ഒരു മീൻ കറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.